ഈ കഥ നിങ്ങൾ കേട്ടിരുന്നോ? ഈ റീല്. വിവാഹിതയായിരുന്നു അവൾ, ഒരമ്മയും. എന്നിട്ടും അവൾക്ക് അയാളോട് പ്രണയം തോന്നി. അവൾക്കറിയാമായിരുന്നു തെറ്റ് തന്നെയാണ് എന്ന്. പക്ഷേ ഒറ്റപ്പെടലിന്റെ വക്കിൽ നിന്നും ഒരിക്കൽ കൈപിടിച്ചു കയറ്റിയത് അവനായിരുന്നു. നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാൻ നിന്നപ്പോൾ, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് സ്വയം തോന്നി തുടങ്ങിയപ്പോൾ ആശ്വാസമായി വന്നത് അവൻ മാത്രമാണ്. അവളെ മനസ്സിലാക്കേണ്ടിയിരുന്നവർ ഒരിടത്തുപോലും അവളെ നോക്കാതെ അവഗണിച്ചു പോയപ്പോഴാണ് അവൻ അവളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്, അവളെ കേൾക്കാൻ അവൻ്റെ കാതുകൾ നൽകിയത്, മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മണിക്കൂറുകളോളം അവർ സംസാരിക്കാൻ തുടങ്ങി. മടുപ്പില്ലാതെ പരസ്പരം അറിയാൻ ശ്രമിച്ചു. പിന്നീട് എപ്പോഴോ അത് പ്രണയത്തിലേക്ക് വഴുതി വീണുപോയി. എന്ത് മനോഹരമായ കഥയല്ലേ! എത്ര രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ നല്ല ഫീലിങ്സ് ഒക്കെ കൊടുത്ത്, നല്ലൊരു BGM ഒക്കെ കൊടുത്ത് ഇങ്ങനെ അവതരിപ്പിക്കുന്ന കേട്ടാ ആർക്കാ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാവാത്തത്? ആർക്കാ ഒന്ന് പ്രണയിക്കാൻ തോന്നാത്തത്? രാവിലെ മുതൽ രാത്രി വരെ തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയും ഒരു ശമ്പളമോ കൂലിയോ ഒന്നും കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ അവരുടെ തിരക്കൊഴിഞ്ഞ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവില്ലേ? ഒന്ന് പ്രണയിക്കാനൊക്കെ തോന്നില്ലേ? എന്നല്ല, തോന്നുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ റീൽസും കഥകളും കാര്യങ്ങളൊക്കെ ചെയ്തു ഓരോരുത്തർ ഇറക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പെടാതിരിക്കുക എന്നുള്ളതാണ്. സത്യത്തില് നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടയിൽ കുരുത്തിട്ട ഇര കൊത്തി അതിൽ കുടുങ്ങുന്ന മീനുകളെ പോലെയാണ്. ലക്ഷക്കണക്കിന് വീട്ടമ്മമാരുണ്ടാകുമ്പോൾ ആ ലക്ഷം മൊത്തം അതിൽ കുരുങ്ങണമെന്ന് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. കുരുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരൊന്നിനെ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. പെടാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം മറ്റൊന്നല്ല, ഈ കഥക്ക് ഒരുപാട് തുടർച്ചകളുണ്ട്. ഒരു തുടർച്ച ഇങ്ങനെയാണ്: പ്രണയം തലക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ അവർ ഒരുമിച്ച് കൂടാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുമിച്ച് കൂടാൻ തിരഞ്ഞെടുത്തത് ഒരു ഹോട്ടലിലാണ് എന്ന് വെക്കാം. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടമ്മയുടെ പേരും അഡ്രസ്സും കൊടുക്കാൻ കാമുകൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സ്നേഹ നിമിഷങ്ങളൊക്കെ പങ്കിട്ടു. തിരിച്ചു വലിയ സന്തോഷത്തോടെ വീട്ടിലെത്തി തന്റെ ഹസ്ബൻഡ്, തന്റെ കുട്ടികളൊക്കെ വരാനായപ്പോൾ അവർക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട്ടമ്മയുടെ മൊബൈൽ ശബ്ദിച്ചു. വീട്ടമ്മ വലിയ ആകാംക്ഷയോടെ അവിടെ ചെന്ന് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ തന്റെ കാമുകമനൊത്ത് താൻ ചെലവിട്ട ആ രഹസ്യ നിമിഷങ്ങൾ കാമുകൻ വളരെ തന്ത്രപൂർവ്വം വീഡിയോ എടുത്ത് അയച്ചതായിട്ടാണ് വീട്ടമ്മ കണ്ടത്. അതിന്റെ കൂടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു 10-15 ലക്ഷം രൂപ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു തരണം, അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിന്റെ ഹസ്ബൻഡിനെ കാണിക്കുമെന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. മറ്റൊരു തുടർച്ചയുണ്ട്. പ്രണയം വല്ലാതെ മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, ഒളിച്ചോടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കാമുകൻ പറഞ്ഞത് പ്രകാരം തന്റെ ഹസ്ബൻഡിന്റെ സമ്പത്തിൽ നിന്ന് കുറെ അധികം കൈക്കലാക്കിയിട്ടാണ് വീട്ടമ്മ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. അങ്ങനെ കുറച്ചു നാള് ഏതോ ഒരു നാട്ടിൽ ചെന്ന് ഏതൊരു വീട്ടിൽ കുറച്ചു നാള് താമസിച്ചു. കാമുകി കൊണ്ടുവന്ന അല്ലെങ്കിൽ വീട്ടമ്മ കൊണ്ടുവന്ന ഈ സമ്പത്ത് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കാമുകന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. കാമുകൻ കഞ്ചാവ് വലിച്ചുകൊണ്ടും മദ്യപിച്ചുകൊണ്ടും വീട്ടിൽ വരാനും ഈ കാമുകയെ ആക്രമിക്കാനും തുടങ്ങി. അവസാനം ഗത്യന്തരമില്ലാതെ ഈ വീട്ടമ്മ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. ഈ കഥകളൊന്നും, ഈ തുടർച്ചകളൊന്നും ഞാൻ എന്റെ വകയായി എഴുതിയതല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ഇത്തരത്തിൽ പെടാതിരിക്കുക. അത് നിങ്ങളുടെ ആവശ്യമാണ്.